പോകണം, എഴുന്നള്ളിക്കാൻ പോകണം. അപ്പം അത് ആളെ കണ്ടുപിടിക്കും. എല്ലാവരും താരം എടുത്തു കഴിഞ്ഞാൽ ബ്രഹ്മൻ കൃഷ്ണകഥാപുണ്യമാഭ്യേലോകമലാഭ ഓമകൽപേകശ്രന്മാനശ്രുതജ്ഞോ നിത്യനൂതനാः ശ്രീരാജാസി Welcome to NV Quality Shop. अष्टभि साधुरो महान्वाभ्यां सोदं ध्वजन्द्रिभिः सजान्यधनरागाय कृष्णं विव्यातमञ्जभिः तैस्ताडदशलोके स्तूजिच्छेदा धनुरुच्छद पुनरन्यदुभादत्तादप्यर्चनदं वय हरिहं भट्टशंशूलं धर्मासेशक्तदोमरो यज्ञनायुधमादत्तातर सर्वं सोर्चनं हरि ततो रथात् अवप्रत्यहद्गमानुधिकामसया कृष्णमभद्रवल्युद्धपदङ्गेव भावगं तस्य चाब्दखड्गं निरशर्मचेषुभिः चित्वासि मादलैर्मरुक्मिणं हङ्गुमुद्दितः दृष्ट्वा भ्रातृवधोपयोगम् रुक्मिणी मुखरुद्धकण्ठया कादट्य विस्रंसितहेममालया गृहीतपादकरुणो निवर्तत शैलेन बद्ध्वा
തമസാധുകാരിണം സശ്മശ്രുകേശം പ്രവഭൻ വിരൂപയിൽ താവൻ മമർദു പരസൈന്യമത്ഭുതം യദുപ്രവീരാനളിനീം ബന്ധുർവതാരകദോഷോപി ന ബന്ധോർവദമർഹതി ത്യാജ്യസ്വേനൈവ ദോഷേണ ഹതക്കിം ഹന്യദേവന ക്ഷത്രിയാണാമയം ധർമ്മ പ്രജാപതി നിർമ്മിതഃ ഭ്രാതാഭിഭ്രാതരം ഹന്യാലിയൻ ഘോരതരസ്സദഃ രാജ്യസ്യ ഭൂമേർവിത്തസ്യ സ്ത്രീയോ മാനസ്തതേജസാമാനിനോന്യസ്യ വാ ഹേതോ ശ്രീമദാന്ധാക്ഷിബന്ധിഃ തവേം വിഷമാ ബുദ്ധിസ്രവഭൂതേഷു ദുർഹൃതാം യന്മന്യസേ സദാ ഭദ്രം സുഹൃദാം ഭദ്രമഗ്നിവൽ ആത്മമോഹോ നാമക്ഷകൽപ്പതേ ദേവമായ സുഹൃൽ ദുർഹൃദാസീനൈത ദേഹാത്മമാനിനേന നാരായണ രാധാ ഗോവിന്ദ നാരായണ 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 രാധാ ഗോവിന്ദ അംബികാപദാരവിന്ദവന്ദനങ്ങൾ ചെയ്തുകൊണ്ട് അംബുജാക്ഷി മഹത്തോഴുന്ന രാജകന്യയും ആളിമാർമനോജ്ഞപാണി സാദരം പീഡിച്ചുകൊണ്ടു കേളിയാടി മെല്ലെ മെല്ലെ മെല്ലലോചന നാരായണ 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 രാധാ ഗോവിന്ദ മഞ്ജവാസിയായ ഭൂപസഞ്ചയത്തിൻ നന്ദികത്തിൽ സഞ്ചരിച്ചു സാരസാക്ഷി രുക്മിണി മോദാൽ പത്മനാഭനാശു ചെന്നു പങ്കജാക്ഷി മൗലി തന്റെ പാണി പങ്കജം പീഡിച്ചു പേരിലേക്കിന നാരായണ 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 രാധാ ഗോവിന്ദ കോമലോചനേ വരിക കോമളാംഗനേ കൃശാംഗി രാമ സഹോദരനേഷ രാമ മാർമണേ പ്രാണനായികേ നിനക്കോലാണമെന്തിരുന്നു നിന്റെ പ്രാണവല്ലഭൻ മുകുന്ദനേഷ ജ്ഞാനേടോ നിന്നെ കൊണ്ടു നിന്നു തന്നെ കുണ്ടൽ വർണ്ണനെന്നു നാമമുള്ള ഞാനേണു നിന്നോടെ നിയോഗവന്നി കൊണ്ടേരിഞ്ഞെരിഞ്ഞെരിഞ്ഞു ഇന്നമെന്നോടെ ശരീരം നാടേടോ നാരായണ 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 രാധാ ഗോവിന്ദ ചന്ദ്രവായ സംഗമേന ചന്ദ്രകാന്തമെന്ന പോലെ ചന്ദമോടു ശീതശീലം ഇന്നു മാനസം കണ്ണീരുള്ള ജന്മലാഭമിന്നേക്കു പൂർണ്ണമായി കന്യകാമണേദേന മോഹനാമേടോ നാരായണ 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 രാധാ ഗോവിന്ദ നന്ദനന്ദനന്റെ ഭാഗ്യമൂർത്തിയായ നീ ദേവമാതി ദേവനായ ദേവകീ സുതൻ മുരാരി
ഹരിച്ചുകൊണ്ടും യാത്രയായി നാരായണ 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 രാധാ ഗോവിന്ദ ദേവനായ ദേവകീ സൂതൻ മൂലാരി ദേവിയെ ഹരിച്ചുകൊണ്ടും യാത്രയായി ദ്വാരകാപുരം ഗമിച്ചു സാരസാക്ഷിയോടുമുണ്ടു വാരിജാക്ഷനും രമിച്ചു കാണു സൗഖ്യമായി നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ നാരായണ രാധാ ഗോവിന്ദ നാരായണ നാരായണ രാധാ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം രാധേശ്യാം രാധേശ്യാം രുക്മിണി കൃഷ്ണന്മാരുടെ വിവാഹരംഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കംസവധാദികളൊക്കെ കഴിഞ്ഞ് മധുരാപുരിയിലേക്ക് എത്തിച്ചേർന്നതായിട്ടുള്ള ഭഗവാൻ ഉദ്ധവ ദൂതൊക്കെ കഴിഞ്ഞ ഉദ്ധവൻ ആ ഗോപികമാരുടെ പാദ രേണുക്കളെ നമസ്കരിച്ച് അവരിൽ നിന്ന് പരമമായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ പ്രേമത്തിൻ്റെ മൂല്യത്തെ തിരിച്ചറിഞ്ഞ് തിരിച്ച് മധുരയിലെത്തി പിന്നീട് ജരാസന്ധനുമായിട്ടുള്ള അനേക യുദ്ധങ്ങളെയൊക്കെ വർണ്ണിച്ച് ദ്വാരകാപുരിയിലേക്ക് മുചുകുന്ദനെ അനുഗ്രഹിക്കലുകൂടി കഴിഞ്ഞ് എത്തിച്ചേരുന്നു. അവിടെ ബലരാമസ്വാമിയുടെ വിവാഹം, ബലരാമസ്വാമി രേവതീദേവി വിവാഹം ചെയ്തതായിട്ടുള്ള രംഗത്തെ വർണ്ണിച്ചു. രുക്മിണി കൃഷ്ണന്മാരുടെ വിവാഹത്തെ പറ്റി ശിശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് ചുരുക്കി പറഞ്ഞു കൊടുത്തു. അനേകം ദുഷ്ടന്മാരുടെ ഇടയിൽപ്പെട്ടതായിട്ടുള്ള രുക്മിണി ദേവിയെ ഭഗവാൻ എങ്ങനെയാണ് രാക്ഷസ വിധിപ്രകാരം വിവാഹം ചെയ്തത് എന്നുള്ള കഥ. അപ്പം എന്താണ് രാക്ഷസ വിധിപ്രകാരം വിവാഹം ചെയ്യാനുണ്ടായ കാരണം? ഭഗവാന് അങ്ങനെ വേണോ എന്ന് ചോദിച്ചാൽ അവിടെ രാക്ഷസ വിധി എന്ന് പറയാൻ കാരണം ശിശുപാലന് വിവാഹം നിശ്ചയിച്ചതായിട്ടുള്ള രുക്മിണിയെ ഭഗവാൻ കൈപിടിച്ചു കൊണ്ടുവന്നതിൻ്റെ പേരിൽ രാക്ഷസന്മാരുടെ സ്വഭാവമുള്ള ശിശുപാലാദികൾ പറഞ്ഞതാണ് എന്ത്? അവൻ രാക്ഷസനെ പോലെ രുക്മിണിയെ കൊണ്ടുപോയി. ശിശുപാലൻ പറഞ്ഞത് എൻ്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോയി എന്നാ, കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല, എന്തായാലും ഭാര്യയെ കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഹൃദധാരമിവാതുരം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശിശുപാലൻ അനേകം ദുഷ്ടന്മാരുടെ ആ കയ്യിൽപ്പെട്ടതായിട്ടുള്ള രുക്മിണി ഭഗവാനെ ആശ്രയിച്ചതിൻ്റെ പേരിൽ കൈപിടിച്ച് ദ്വാരകയിലേക്ക് കൊണ്ടുവന്ന് വിവാഹം ചെയ്തതായിട്ടുള്ള രംഗം അതൊന്ന് വർണ്ണിച്ചു തരണേ എന്ന് പരീക്ഷിത് മഹാരാജാവ് പ്രാർത്ഥിക്കുകയാണ്. മാധ്വീർ ലോകമലാപഹ. ഭഗവാന്റെ ഓരോ കഥകളും നമ്മുടെ എല്ലാ മാലിന്യങ്ങളെയും ഇല്ലാതെയാക്കുന്നതാണ്. അതിനാണ് ശ്രദ്ധയോടുകൂടി കഥകളെ കേൾക്കുക. ആ കഥകളെ കേട്ടുകൊണ്ട് മനോമാലിന്യങ്ങളെ ഇല്ലാതെയാക്കി ഭഗവാനിലേക്കുള്ള പ്രേമം രുക്മിണി ദേവിയെ പോലെ എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്? പരീക്ഷത്ത് ചോദിച്ചതാണ്, എങ്ങനെയാണ് രുക്മിണി ഭഗവാനെ അല്ലേ ഭരിച്ചത്? രുക്മിണി സ്വയംവരം എന്നാണല്ലോ. അപ്പം എങ്ങനെയാ ഭഗവാനെ കിട്ടിയത് രുക്മിണിക്ക്? ശിശുക ബ്രഹ്മർഷി പറഞ്ഞു, വളരെ ചുരുക്കിക്കൊണ്ട് ആ രുക്മിണി സന്ദേശത്തോട് കൂടിയിട്ടാണ് രുക്മിണി സ്വയംവരത്തിലേക്ക് പ്രവേശിക്കുക. തൻ്റെ വിവാഹം നിശ്ചയിച്ചത് അറിഞ്ഞതായിട്ടുള്ള രുക്മിണി ദേവി തൻ്റെ അടുത്തെത്തിയതായിട്ടുള്ള ബ്രാഹ്മണന്റെ കൈകളിൽ കൊടുത്തയക്കുന്നതായിട്ടുള്ള രുക്മിണി സന്ദേശം അതുതന്നെയാണ് ഭഗവാൻ ഉടൻ തന്നെ വന്ന രുക്മിണി ദേവിയെ കൈപിടിക്കാൻ കാരണമായിട്ടുണ്ടായത്. ഭഗവാനെ തിരിച്ചറിഞ്ഞവളാണ് രുക്മിണി എന്ന് ഭുവനസുന്ദരൻ എന്നുള്ള ആ നാമത്തെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ രുക്മിണി ദേവി പറയണു, എനിക്കിനി മറ്റാരുമില്ല, അനന്യമായിക്കൊണ്ടാണ് ഞാൻ ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നത്. എല്ലാ കർമ്മങ്ങളെയും ഭഗവാനിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ശ്രീകൃഷ്ണൻ്റെയാണ് എന്നുറപ്പിച്ചത്. അതിന് 1000 ജന്മങ്ങൾ വേണ്ടി വന്നാലും എന്നാണോ
ആ ശ്രീകൃഷ്ണ കരങ്ങളിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത്. അതുവരെ ഞാൻ കാത്തിരിക്കാം. അതാ രുക്മിണി സന്ദേശത്തിൽ രുക്മിണി ദേവിയുടെ ആത്മസമർപ്പണം. എങ്ങനെയാണ് തന്നെ വന്ന് കൈപിടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞതിന് ശേഷം നരസിംഹമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ മുമ്പിൽ സമർപ്പിതമായിരിക്കുന്ന എന്നെ ശിശുപാലനാകുന്ന കുറുക്കൻ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ഇടവരാതെ എന്നെ അനുഗ്രഹിക്കണേന്നൊക്കെ പറഞ്ഞുവെങ്കിലും അവസാനം രുക്മിണി ദേവി പറയുന്നുണ്ട്, തന്നെ എന്നാണോ ഭഗവാൻ വന്ന് കൈപിടിക്കുന്നത് അത് 1000 ജന്മം കഴിഞ്ഞാലും ഞാൻ ആ ജന്മങ്ങളൊക്കെ എടുത്തെടുത്ത് ആ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നത് വരെ ഇതാ കാത്തിരിക്കും. അതാണ് സത്യം. ഞാൻ ഭഗവാന്റെയാണ്, എനിക്ക് മറ്റൊന്നും ആഗ്രഹമില്ല, മറ്റാരെയും ആശ്രയിക്കുന്നില്ല എന്നുള്ള ഭാവത്തിൽ ആ രുക്മിണി ദേവിയുടെ വാക്കുകളെ കേട്ടതായിട്ടുള്ള ഭഗവാൻ ബ്രാഹ്മണനോടുകൂടി ഇതാ ദ്വാരകാപുരിയിൽ നിന്ന് വിദർഭയിലേക്ക് എത്തിച്ചേർന്നു. അപ്പോഴേക്കും അവിടെ സൈന്യസമേതം ബലരാമസ്വാമിയും വന്നു ചേർന്നു. രാമകൃഷ്ണന്മാരെത്തിച്ചേർന്നിട്ട് നിറഞ്ഞതായിട്ടുള്ള സൈന്യങ്ങള് അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനുള്ള ഒരുക്കത്തിലായി. അതിനിടയിലാണ് രുക്മിണി ദേവി എഴുന്നള്ളി വരാ പറഞ്ഞപ്പം തന്നെ യുദ്ധം പുറപ്പെട്ട ആളൊക്കെ രുക്മിണി ഒന്ന് കാണാൻ വേണ്ടി നിൽക്കലായി. രുക്മിണി ദേവി പാർവതി പരമേശ്വരന്മാരെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് നമസ്തേ ത്വാംബികേ ഭീക്ഷണം സ്വസന്ധാനയുതാം ശിവാം ഭൂയാൽ പതിന്മേ ഭഗവാൻ കൃഷ്ണ തദനുമോദതാം. കുട്ടിക്കാലം മുതൽക്കുള്ള പ്രാർത്ഥനയുടെ ആ സാഫല്യത്തിൽ ഇതാ പാർവതി പരമേശ്വരന്മാരുടെ ആധാരവിധത്തിൽ നമസ്കരിച്ചുകൊണ്ട് രുക്മിണി ദേവി രാജവീതിയിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. എല്ലാവരും രുക്മിണിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അതിനിടയ്ക്ക് രുക്മിണിക്ക് കാണാൻ ഒരാളേ ഉള്ളൂ. അതാരാ? ഭഗവാനെ മാത്രം. ഭഗവാനെ മാത്രം കാണണമെന്ന് വിചാരിച്ചുകൊണ്ട് തൻ്റെ കണ്ണൊന്ന് ഉയർത്തിയുള്ളൂ. ഭഗവാനെ മാത്രം കാണേണ്ടി വന്നു. എന്താ കാരണം? ബാക്കിയുള്ളവരൊക്കെ രുക്മിണിയുടെ കണ്ണ് കണ്ട് ബോധം കെട്ടു വീണതാണ്. ആ കണ്ണിന്റെ സൗന്ദര്യം, കടക്കണ്ണിന്റെ സൗന്ദര്യം കണ്ട് ബോധം കെട്ടു വീഴാത്തവരായിട്ട് ആരുമില്ല. ഒരാള് വീണില്ല. അതാരാ? ദൃശേ അച്യുതം സാം. അത് വീഴ്ചയില്ലാത്തവനാണ്. മറ്റുള്ളവരൊക്കെ ഈ ലൗകിക സുഖഭോഗങ്ങളിൽ വീണവരാ. എന്നാൽ ഒന്നിലും ഭ്രമിക്കാത്ത, ഒരു മായയും ബാധിക്കാത്ത ആ ശ്രീകൃഷ്ണ പരമാത്മാവ് മാത്രമല്ല, എല്ലാവരെയും മായാബന്ധങ്ങളിൽ നിന്ന് കൈപിടിച്ചുയർത്തുന്നതായിട്ടുള്ള അച്യുതനെ രുക്മിണി കാണുന്നു. ഭഗവാൻ കൈപിടിച്ച് തൻ്റെ തേരിലേറ്റി. ഭഗവാന്റെ ഒരു ദർശനത്തോടു കൂടി എല്ലാവരും എഴുന്നേറ്റ് ബോധം കെട്ട് കിടന്നവരൊക്കെ എണീറ്റ് നോക്കുമ്പോൾ രുക്മിണി കൃഷ്ണന്മാര് തേരിൽ പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. രുക്മിണിക്ക് ഇതൊക്കെ സത്യമാണോ എന്ന് പോലും മനസ്സിലാവണില്ല. കാരണം എല്ലാം പെട്ടെന്നാണ്. പെട്ടെന്ന് വേണമെന്ന് പറയുമ്പോൾ ഒക്കെ പെട്ടെന്നാക്കണ്ടേ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പെട്ടെന്നായില്ലെങ്കിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങും. അതുകൊണ്ട് എല്ലാം അവിടെയും പെട്ടെന്നായിരുന്നു, ഇവിടെയും പെട്ടെന്നാണ്. എല്ലാം പെട്ടെന്നായിരുന്നു എന്ന് പറഞ്ഞ് ഇനി കല്യാണം എന്ന് വിചാരിച്ച് 6 മണിക്ക് ശേഷം വിചാരിച്ച് വരണവര് ഇവിടെ പോയ ആൾക്കാരുടെ കസേര മാത്രമേ കാണുള്ളൂ. അപ്പൊ എന്തായാലും ആ രുക്മിണി കൃഷ്ണന്മാര് കൈപിടിച്ച് ആ രുക്മിണി ദേവിയുടെ കൈപിടിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് എത്തിച്ചേർന്നതായിട്ടുള്ള ഭഗവാൻ ബലരാമസ്വാമിയാണെങ്കിൽ സകല ദുഷ്ടന്മാരെയും തോൽപ്പിച്ച് ദ്വാരകയിലേക്ക് ഭഗവാനും രുക്മിണി ദേവിയും ദ്വാരക കവാടത്തിലേക്ക് എത്തിച്ചേർന്നപ്പോഴേക്ക് ബലരാമസ്വാമി പറന്തത്തിൽ കഴിഞ്ഞു. രണ്ടുപേരെ കൈപിടിച്ചു. രുക്മിണിയെ അതിഗംഭീരമായിട്ട് അനുഗ്രഹിച്ചു. രുക്മിണിയുടെ ഉള്ളിലുള്ള എല്ലാ ദുഃഖങ്ങളെയും അതുപോലെ രുക്മിണിയുടെ പരിഭ്രമത്തെയൊക്കെ ഇല്ലാണ്ടാക്കി. രുക്മിണി ഇനി മേലാൽ ഇങ്ങനെ പരിഭ്രമിച്ച് നടക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇനി എന്താ ഉണ്ടാവുക വിചാരിച്ചിരിക്കരുത്. ഇവിടെ ഭഗവാനെ ലഭിച്ചവരാണ്. ശ്രീകൃഷ്ണനെ സ്വന്തമായിട്ട് കിട്ടിയ രുക്മിണി ഇനി ജീവിതത്തില് പരിഭ്രമിക്കരുത്. അവസാനം ബലരാമസ്വാമി പറയുന്ന വാക്കെന്താണ്? സ്വസ്ഥാഭവ ശുചിസ്മൃതി. നമ്മളോട് ലോകത്തിനെ മുഴുവൻ കണ്ട് കണ്ണുരുട്ടി മുഴിച്ച് നോക്കിയിരിക്കേണ്ട, ഭഗവാനെ കണ്ട് സ്വസ്ഥമായി എന്തു ചെയ്യുക? പുഞ്ചിരിക്കാൻ. അതാണ് ഭാഗവതം പറയാം. നമ്മൾ ഈ ലോകത്തെ മുഴുവൻ തലയിൽ വെച്ച് പരിഭ്രമിച്ച് അവസാനം അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് മരിക്കണം, അല്ലേ? ഇത് മുഴുവൻ എൻ്റെ എന്നും ഞാനെന്നും എനിക്ക് എന്നും പറഞ്ഞ് അവസാനം നശിക്കുന്ന അവസ്ഥ. എന്നാൽ അത് വലിച്ചെറിഞ്ഞുകൊണ്ട് ആ ശ്രീകൃഷ്ണനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനാണ് ബലരാമസ്വാമി നമുക്കും പറഞ്ഞു തരുന്നത്. ശ്രീ ശുഗവാച രുക്മിണീകൃഷ്ണന്മാരുടെ ആ വിവാഹരംഗം അത് വർണ്ണിക്കാനാവുന്നതല്ല. ആ രംഗത്തെ ശിശുക ബ്രഹ്മർഷിയുടെ വാക്കുകളിലൂടെ കേട്ട് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മംഗളങ്ങളും വേണ്ട പോലെ പൂർണ്ണമാവട്ടെ. എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഭഗവാൻ നൽകട്ടെ. ശക്രേ ഭോജഗണം നാമനിവാസായ മഹൽക്കിട മഹത്മാ ദുർമതിം കൃഷ്ണമത്രേയസീകുണ്ഡിനം ന പ്രവേക്ഷ്യാമിത്യുക്ത്വാ തത്രാവസതൃഷാ ഭഗവാൻ ഭീഷ്മകസുതേവം നൃതുര്യഭൂമിപൻ പുരമാനീ ഉഭയേ
ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ ഗോവിന്ദ ആ കല്യാണത്തിന്റെ കയ്യടി നടിച്ചോളൂ. പറന്നിറക്കാതോ പറന്നിറക്കാം. ഗോവിന്ദ ഗോവിന്ദ ഭഗവാൻ ഭീഷ്മകസുതാമേവം നിർജിത്യ ഭൂമിപാൽ പുരമാമീയ വിധിവല്ലുപയേ ഗുരു സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം പറന്നിറക്കാനുള്ളവര് വരിക, പറ സമർപ്പിക്കുക. ഈ സമയത്താണ് കല്യാണത്തിന്റെ പറനിറപ്പ് ചെയ്യേണ്ടത്. ജീവിതത്തിലെ മംഗളത്തിനായിട്ട് എല്ലാവർക്കും പറനിറയ്ക്കാവുന്നതാണ്. കുട്ടികളുടെ ശ്രേയസ്സിനായിക്കൊണ്ടും ദാമ്പത്യ സുഖത്തിനായിക്കൊണ്ടും അനുഗ്രഹത്തിനായിക്കൊണ്ടും ഒക്കെ പറനിറയ്ക്കാം. തഥാ മഹോത്സവോദൃണാം യത് പുര്യാം ഗൃഹേ ഗൃഹേ അഭൂതനന്യഭാവാനാം കൃഷ്ണേ യദുപദോ നൃപാ നരാനാര്യമുദിതാ പ്രഭൃഷ്ടമണികുണ്ടലാഃ പാരിബർഹമുപാ സുപരാമൃഷ്ടരംഭാഭൂഗോപശോഭിതാ സഞ്ജയ കൈകേയ വിദർഭയതു കുന്ദയ മിഥോ മുമുദിരേ തസ്മിൻ സംഭ്രമാൽ പരിതാപതാം രുക്മിണ്യാഹരണം ശ്രുത്വാ ഗീയമാനം തതസ്തദാ രാജാനോ രാജകന്യാശ്ച ബഭൂവുർഭൃശവിസ്മിതാ മാരകായാമഭൂദ്രാജൻ മഹാമോദപുരൗകസാം രുക്മിണ്യാരമയോ വേദം ദൃഷ്ട്വാ കൃഷ്ണം ശ്രേയഃപദിം ദ്വാരകായാമഭൂദ്രാജൻ മഹാമോദപുരൗകസാ രുക്മിണ്യാരമയോ വേദം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയഃപദിം ദ്വാരകായാമഭൂദ്രാജൻ മഹാമോദ പുരൗകസാം രുക്മിണ്യാ രമയോ വേദം ദൃഷ്ട്വാ കൃഷ്ണം
ശ്രീയപതിം ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വാരമഹംസ്യാം സംഹിതായാം ദശമേ ഉത്തരാർദ്ധേ രുക്മിണ്വാഹോ നാമ ചതുഃപഞ്ചാശതമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കണ്ണനിന്നു കല്യാണമായി കണ്ണനിന്നു കല്യാണമായി കണ്ണനിന്നു കല്യാണമായി പാടിക്കൊള്ളൂ. കണ്ണനിന്നു കല്യാണമായി കണ്ണനിന്നു കല്യാണമായി കണ്ണനിന്നു കല്യാണമായി കല്യാണമായി കണ്ണനിന്നു കല്യാണമായി കണ്ണനിന്നു കല്യാണമായി 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 പാടിക്കൊള്ളൂ. കാർമുകിൽ വർണ്ണനിന്നു കല്യാണമായി കണ്ണനിന്നു കല്യാണമായി രുക്മിണി കല്യാണ വൈഭോഗമേ കൃഷ്ണ രുക്മിണി കല്യാണ വൈഭോഗമേ 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 കല്യാണമായി കണ്ണനിന്നു കല്യാണമായി കല്യാണമായി കണ്ണനിന്നു കല്യാണമായി കല്യാണമായി കണ്ണനിന്നു കല്യാണമായി കല്യാണമായി കണ്ണനിന്നു കല്യാണമായി കാർമുകിൽ വർണ്ണനിന്നു കല്യാണമായി കാർമുകിൽ വർണ്ണനിന്നു കല്യാണമായി കാർമുകിൽ വർണ്ണനിന്നു കല്യാണമായി കാർമുകിൽ വർണ്ണനിന്നു കല്യാണമായി കണ്ണനിന്നു കല്യാണമായി വർണ്ണനിന്നു കല്യാണമായി 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 കണ്ണനിന്നു കല്യാണമായി എല്ലാവരും പാട് കല്യാണത്തിന്റെ പാട്ട് പാട് കല്യാണമായി കണ്ണനിന്നു കല്യാണമായി കല്യാണമായി കണ്ണനിന്നു കല്യാണമായി കാർമുകിൽ വർണ്ണനിന്നു കല്യാണമായി കാർമുകിൽ വർണ്ണനിന്നു കല്യാണമായി കണ്ണനിന്നു കല്യാണമായി വർണ്ണനിന്നു താരഗണങ്ങളും സൂര്യനും ചന്ദ്രനും താരാഗണങ്ങളും സൂര്യനും ചന്ദ്രനും താരഗണങ്ങളും ഉറങ്ങാതെ ഉണരുന്ന രാവായി ഉറങ്ങാതെ ഉണരുന്ന രാവായി ഉറങ്ങാതെ ഉണരുന്ന രാവായി ഉറങ്ങാതെ ഉണരുന്ന രാവായി ബ്രഹ്മനും ഇന്ദ്രനും ദേവാദിദേവകളും ബ്രഹ്മനും ഇന്ദ്രനും ദേവാദിദേവകളും ബ്രഹ്മനും ഇന്ദ്രനും ദേവാദിദേവകളും ബ്രഹ്മനും ഇന്ദ്രനും ദേവാദിദേവകളും അനുഗ്രഹമേകുന്ന രാവായി അനുഗ്രഹമേകുന്ന രാവായി അനുഗ്രഹമേകുന്ന രാവായി അനുഗ്രഹമേകുന്ന രാവായി ചന്ദ്രകരാധരൻ പാർവതി വല്ലഭൻ ചന്ദ്രകലാധരൻ പാർവതി വല്ലഭൻ ചന്ദ്രകരാധരൻ പാർവതി വല്ലഭൻ ചന്ദ്രകലാധരൻ പാർവതി വല്ലഭൻ ആനന്ദ നടനമാടും രാവായി ആനന്ദ നടനമാടും ആനന്ദ നടനമാടും രാവായി ആനന്ദ നടനമാടും രാവായി രുക്മിണി കല്യാണ വൈഭോഗമേ കൃഷ്ണ രുക്മിണി കല്യാണ വൈഭോഗമേ 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 കണ്ണനിന്നു കല്യാണമായി കണ്ണനിന്നു കല്യാണമായി 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 കണ്ണനിന്നു കല്യാണമായി കണ്ണനിന്നു കല്യാണമായി കണ്ണനിന്നു കല്യാണമായി കണ്ണനിന്നു കല്യാണമായി കല്യാണമായി കണ്ണനിന്നു കല്യാണമായി കണ്ണനിന്നു കല്യാണമായി ശ്യാമസുന്ദര ശ്യാമസുന്ദര രാധാരമണ ശ്യാമസുന്ദര 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 രാധാരമണ ശ്യാമസുന്ദര ശ്യാമസുന്ദര
ശ്യാമ സുന്ദര രാധാരമണ ശ്യാമ സുന്ദര ശ്യാമ സുന്ദര ശ്യാമ സുന്ദര രാധാരമണ ശ്യാമ സുന്ദര ഭുവന സുന്ദര ഭുവന സുന്ദര രുക്മിണി രമണ ഭുവന 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 സുന്ദര ശ്യാമ സുന്ദര ശ്യാമ സുന്ദര രാധാരമണ ശ്യാമ 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 സുന്ദര ഭുവന സുന്ദര രുക്മിണി രമണ ഭുവന സുന്ദര 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 സുന്ദര ഭുവന 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 സുന്ദര രുക്മിണി കല്യാണ എല്ലാവരും രുക്മിണി കല്യാണ വൈഭോഗമേ കൃഷ്ണ കല്യാണ വൈഭോഗമേ ശ്രീകൃഷ്ണ കല്യാണ വൈഭോഗമേ ശ്രീകൃഷ്ണ കല്യാണ വൈഭോഗമേ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ എല്ലാവരും സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രുക്മിണീക്ഷന്മാരുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥന ചെയ്തുകൊണ്ട് ദീപാരാധന ചെയ്ത് സമർപ്പിക്കാം. പറതലക്കൽ കഴിഞ്ഞോ? സർവത്ര ഗോവിന്ദ. എല്ലാവരും പ്രസാദം വാങ്ങാൻ വന്നോളൂ, ഇങ്ങോട്ട് വന്നോളൂ. പ്രസാദം വാങ്ങിയിട്ട് ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേധവ ശരണയുഗം. കാളി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേധവ ശരണയുഗം. സാംബ സദാ ശിവ ശംഭോ ശങ്കര ശരണം മേധവ ശരണയുഗം. മംഗളമൂർത്തേ മംഗളനായക ശരണം മേധവ ശരണയുഗം. രുക്മിണി വല്ലഭ ശ്രീഹരി കൃഷ്ണ ശരണം മേധവ ശരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേധവ ശരണയുഗം. ശരണം മേധവ ശരണയുഗം. ഹരി ശരണം മേധവ ശരണയുഗം. മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുദേശ. മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും നേർന്നീടട്ടെ. മന്മഥ മന്മഥ മാരുദേശൻ കൺമണിയാകിയ രുക്മിണിയെ സമ്മോദം വേളി കഴിച്ചു വാണു. മംഗളം നേർന്നിടട്ടെ. വൈദഗ്ധ്യരുക്മിണി തമ്പുരാട്ടി വൈദഗ്ധ്യം കാണിച്ചു വേണ്ട പോലെ. കൈവല്യദാതാവ നന്ദജനേ കൈവരിച്ചെന്നതു ഭാഗ്യമായി. പുണ്യം നീ ആർജിച്ചു 100 ജന്മം. പുണ്യപുഞ്ചത്തിങ്കൽ മാല ചാർത്താൻ പുണ്യവും പുണ്യവും സമ്മേളിച്ചു. പുണ്യമൂലയിലുയർന്നിടട്ടെ. പ്രേമത്തോടൊന്നു വിളിച്ചെന്നാകിൽ ഭാമയം തീർക്കുവാൻ കൃഷ്ണനെത്തും. പാദം പിടിച്ചു കരയുന്നോരേ പാണി പിടിച്ചവൻ പാലിച്ചിടും. ദുർഗാചരണത്തെ സേവിച്ചപ്പോൾ ദുർഘടം തീർത്ഥന്മാരുക്മിണിക്ക് ദുഃഖവിനാശനം കാർവർണ്ണന്റെ
ഭഗവതി കാരുണ്യത്താൽ ഇത്രിലോകത്തിൽ ജയിക്കുമാറും അമ്മ കലിംഗന്മാർ സജ്ജനങ്ങൾ പഞ്ചസവന്നിടും പാലിച്ചിടാൻ നമ്മുടെ സുന്ദര ബ്രാഹ്മണനെ അമ്മ വരുത്തി അയച്ചല്ലോ. പാലിന്റെ നന്മയെ പ്രാർത്ഥിക്കുന്ന നാരദൻ കൂട്ടിക്കൊടുത്തിരിട്ട ലോകവിമോഹനമായ വേളി ലോകത്തിൽ മംഗളം നേടിടട്ടെ. പുത്രനായി തീർത്തൊരു ദ്വാരകയിൽ ആത്മോഹം നടുമുറ്റത്തായി ഉത്തമ സ്ത്രീകൾ വിധിച്ച പോലെ രുക്മിണിയെ കുടിവച്ചു കാട്ടിൻ ആരപൂവാക്കില എന്നിവയും ആനന്ദം ചേർക്കുന്ന മേളങ്ങളും ആനന്ദനന്ദന കൊട്ടാരത്തിൽ ആഘോഷിക്കപ്പെട്ടുവെന്ന പോലെ ോധിയ വെളിയോത്തും പാവനമാന്തേവി പൂജകളും എന്നല്ല സദ്യയും സമ്മാനവും ഒന്നും വിവരിക്കാനൊട്ടുമാകാൻ അന്യോന്യമത്യന്ത പ്രേമത്തോടും അന്യോന്യ സല്ലാപനിലയോടും ധന്യ സുദുർലഭ ദാമ്പത്യത്തെ മന്നീലവരാനുഷ്ഠിച്ചു സ്വകാലിക്കര അംബികെ നീ ഭാരം തുണക്കുക ഞങ്ങളെ നീ മാറ്റിത്തം കൂടാതെ മംഗളത്തെ കുറ്റം വേടിഞ്ഞെന്നും പാടുവാനായി മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മരുദേശ മംഗളം നൽകട്ടെ രണ്ടു പേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ മംഗളമേവർക്കും നേർന്നിടട്ടെ മംഗളമേവർക്കും നേർന്നിടട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
കൈവല്യദാതാവാം നന്ദജനേ കൈവരിച്ചെന്നതു ഭാഗ്യമാണ്. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. പുണ്യം നീയാർജിച്ചു പൂർവജന്മം പുണ്യകുഞ്ചത്തിങ്കൽ മാല ചാത്ത പുണ്യവും പുണ്യവും സമ്മേളിച്ചു പുണ്യമുഖിരുയത്തെ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. പ്രേമത്തോടുന്നു വിളിച്ചെന്നതിൽ ആമയം തീർക്കുവാൻ കൃഷ്ണനെത്തും പാദം പീഡിച്ചു കരയുന്നൂരേ പാടി പീഡിച്ചവൻ പാടിച്ചിടും. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ദുർഗാചരണത്തെ സേവിച്ചപ്പോൾ ദുഃഖം തീർത്ഥമരുപ്പിടിക്ക് ദുഃഖവിനാശനം കാർവണ്ണേ ഉൾക്കൊണ്ട ജയാപകർത്തി നൽകി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. എത്ര ശിശുപാലരുണ്ടായാലും എത്രയോ രുക്മിമാർ നേരിട്ടാലും അത്ര ഭഗവതി കാരുണ്യത്താൽ ത്രിലോകത്തിൽ ജയിക്കുവാനായി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അമ്മ കരിഞ്ഞെന്ന സജ്ജനങ്ങൾ അഞ്ചസാമി